നമസ്കാരം. ഇത് റഷ്യയിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്ന അത്യാധുനിക വൊറോനേഷ് റഡാർ സിസ്റ്റം. അപാരമായ റേഞ്ചാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര. 5000 കിലോമീറ്ററിനും 8000 കിലോമീറ്ററിനും ഇടയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത്. ഈ ഒരു ദൂരപരിധിക്കിടയിൽ വരുന്ന വസ്തുക്കളെ, അത് ബാലിസ്റ്റിക് മിസൈലുകളാവട്ടെ വിമാനങ്ങളായിക്കോട്ടെ, അത് ഇനി സ്റ്റെൽത്ത് കഴിവുകളുള്ള വിമാനങ്ങളാണെങ്കിൽ പോലും ഇവ കണ്ടുപിടിച്ചിരിക്കും. മിസൈലുകളോ റോക്കറ്റുകളോ വിമാനങ്ങളോ അല്ലാതെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും ഇനി അഥവാ നമ്മുടെ രാജ്യത്തിന് നേർക്ക് വന്നാൽ പോലും അതിൻ്റെ മുന്നറിയിപ്പ് തരാൻ ഈ റഡാർ സംവിധാനത്തിന് കഴിയും. റഷ്യ അവകാശപ്പെടുന്നത് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള ഏതൊരു വസ്തുവിനെയും ഇതിന് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. ഈ ഒരു റഡാർ സിസ്റ്റം ഇന്ത്യക്ക് കൈമാറാൻ ആലോചിച്ച പ്രാഥമിക വേളയിൽ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇനി ചൈനയിൽ ഒരു ഈച്ച അനങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഇല അനങ്ങിയാൽ തന്നെ നമ്മൾ അറിയുമെന്നാണ്. ഈച്ചയും ഇലയും എന്നുള്ളതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. കാര്യത്തിലേക്ക് വന്നാൽ ഈ റഡാർ സിസ്റ്റത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് അപ്പുറമുള്ള വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നതാണ് സത്യം. ഇതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള പണിപ്പുരയിലാണ് ചൈന ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. അതുകൊണ്ട് തന്നെ വൊറോനേഷ് റഡാർ കിട്ടിയതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു വിഷയത്തിൽ നമ്മളെക്കാൾ അവബോധമുള്ളവർ തന്നെയാണ് നമ്മുടെ ശാസ്ത്ര ലോകത്തുള്ളവർ. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു അവസാനം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമുക്കിവിടെ വൊറോനേഷ് റഡാറിൻ്റെ സവിശേഷതകളും വൊറോനേഷിന് പോലും ഭീഷണിയായേക്കാവുന്ന നേരത്തെ പറഞ്ഞ ആ വസ്തുവിൻ്റെ സവിശേഷതകളും പരിശോധിക്കാം. വൊറോനേഷ് റഡാറിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ സാധാരണ ഒരു റഡാറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. റഡാറുകൾ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കും. ആ സിഗ്നലുകൾ മുമ്പിലുള്ള വസ്തുവിൽ ചെന്ന് തട്ടിയ ശേഷം തിരിച്ച് റിസീവറിൽ എത്തിച്ചേരണം. അപ്പോഴാണ് ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം റഡാർ കൺട്രോൾ സ്റ്റേഷനിൽ ഉള്ളവർക്ക് മനസ്സിലാവുന്നത്. റേഡിയോ സിഗ്നലുകൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു കർവേച്ചർ അഥവാ ചക്രവാളത്തിന് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ ഈ സിഗ്നലുകൾ എത്തിച്ചേരുകയില്ല. ആ ഒരു ഭാഗം റഡാർ സിഗ്നലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ടിന് മുകളിൽ എന്തെങ്കിലും വസ്തുക്കൾ വന്നാൽ മാത്രമേ നമ്മുടെ റഡാർ സിസ്റ്റത്തിന് ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ടാണ് സാധാരണ ഒരു റഡാർ സിസ്റ്റത്തിന് 5000-ഓ 10000-ഓ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വസ്തുക്കളെയൊന്നും ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ OTH റഡാറുകൾ അഥവാ ഓവർ ദ ഹൊറിസോൺ റഡാറുകൾ ഇറങ്ങിയതോടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. വൊറോനേഷ് എല്ലാം ഈ ഒരു ശ്രേണിയിൽപ്പെടുന്ന റഡാറുകളാണ്. അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയെന്ന് പരിശോധിക്കാം. സാധാരണ റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ് പുറപ്പെടുവിക്കുന്നത്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചു കഴിയുമ്പോൾ അന്തരീക്ഷത്തിന് മുകളിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഒരു മേഖലയിൽ എത്തിച്ചേരും. ഇതിനെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. റഡാർ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ അയണോസ്ഫിയർ ഒരു റിഫ്ലക്റ്റിംഗ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് റഡാർ സിസ്റ്റത്തിൽ നിന്ന് പുറപ്പെടുവിച്ച സിഗ്നലുകൾ അയണോസ്ഫിയറിൽ ചെന്ന് തട്ടിയ ശേഷം അതുപോലെ ഇങ്ങ് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്, മറിച്ച് താഴേക്ക് തന്നെ മുന്നോട്ടുള്ള ദിശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻവെർട്ടഡ് വി ഷേപ്പിന് സിഗ്നലുകൾ സഞ്ചരിക്കുമെന്നർത്ഥം. അങ്ങനെ ടാർഗറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സിഗ്നലുകൾ ഇതേ ദിശയിൽ തന്നെ തിരിച്ച് റിസീവറിൽ എത്തിച്ചേരുന്നു. ഇതാണ് ലോങ് റേഞ്ച് റഡാറുകളുടെയൊക്കെ ഒരു അടിസ്ഥാന വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും റേഡിയോ വേവ്സിന് അധികം സമയമൊന്നും വേണ്ട. കാരണം പ്രകാശ വേഗത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചൈനയിൽ ഇലയോ ഈച്ചയോ ഒക്കെ അനങ്ങിയാലും നമ്മൾ അറിയുമെന്ന് പറയുന്നത്. ശരിക്കും അയണോസ്ഫിയറിൽ നടക്കുന്ന പ്രതിഭാസം ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് റിഫ്രാക്ഷൻ എന്നാണ്. ഇതിനെയും വളരെ ലളിതമായി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ റേഡിയോ വേവ്സ് എയറിൽ കൂടി സഞ്ചരിച്ച് അയണോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ഇതുവരെ സഞ്ചരിച്ചിരുന്ന ഒരു മീഡിയം ചേഞ്ച് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡിൽ വ്യതിയാനം വരുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ ഡയറക്ഷനും വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ഗ്ലാസ്സിൽ നല്ല തെളിഞ്ഞ വെള്ളം എടുക്കുക, അതിലൊരു പെൻസിൽ ഇറക്കി വയ്ക്കുക. ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ പെൻസിൽ വളഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കാണാം. ഇത് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി ഇതിൻ്റെ സാങ്കേതികതയൊക്കെ വിട്ടിട്ട് വൊറോനേഷ് റഡാറിൻ്റെ സ്പെസിഫിക്കേഷൻസ് പരിശോധിക്കാം. ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് 6000 കിലോമീറ്ററും വെർട്ടിക്കൽ റേഞ്ച് 7000 കിലോമീറ്ററുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ആ കർവേച്ചർ വരുന്നത് കൊണ്ടാണ് രണ്ടും 2 റേഞ്ചായിട്ട് വരുന്നത്. ഇത്രയും നല്ലൊരു റേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടാതെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ നല്ല രീതിയിൽ നിരീക്ഷണം നടത്താമെന്നർത്ഥം. ഈ ഒരു റഡാർ സിസ്റ്റത്തിനായി $4 ബില്യൺ ഡീലായിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവയ്ക്കുക.
ശ്രീ രാജ്നാഥ് സിംഗ് ഈ അടുത്തിടെ നടത്തിയ മോസ്കോ സന്ദർശനത്തിൽ ഇതിന് ധാരണയായെന്നാണ് അറിയുന്നത്. ഇനി ഇന്ത്യയുടെ നിലവിലത്തെ റഡാർ ശക്തി പരിശോധിക്കുകയാണെങ്കിൽ ശത്രുക്കളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന റഡാർ സിസ്റ്റമൊക്കെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും ഇറക്കുമതി ചെയ്തതുമൊക്കെ കയ്യിലുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഇത്രയധികം റേഞ്ച് ലഭിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഒരു ന്യൂനത തന്നെയാണ്. നമ്മുടെ കൈവശമുള്ള സ്വോർഡ് ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറിന് പോലും 1500 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുകയുള്ളൂ. അതുതന്നെ ഈ അടുത്ത കാലത്താണ് ഇത്രയെങ്കിലും കൂട്ടിയത്. ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ അനുദിനം പുതിയ മിസൈൽ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. അതുമെല്ലാം ഹൈപ്പർസോണിക് വേഗതയുള്ളവ. അതുകൊണ്ട് തന്നെ അവയൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. റഡാറിനെ സംബന്ധിച്ചിടത്തോളം മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് S-400 പുറമെ S-500 കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. പിന്നെ ചൈനയുടെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള J-20 വിമാനവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ്. അതുപോലെ തന്നെ J-35 എന്ന അത്യാധുനിക വിമാനത്തിൻ്റെ ഒരു എക്സ്പോർട്ട് വേരിയൻ്റാണ് FC-31 എന്ന വേരിയൻറ്റ്. അതാണിപ്പോൾ ചൈന പാകിസ്ഥാന് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള വിമാനങ്ങളെ പോലും ട്രാക്ക് ചെയ്യാൻ നമ്മുടെ ഒറോനേഷ് റഡാർ സിസ്റ്റത്തിന് കഴിയും. 22 മാക്സ് സ്പീഡ്, അതായത് ശബ്ദത്തിൻ്റെ 22 ഇരട്ടി വേഗതയിൽ വരുന്ന വസ്തുക്കളെ ഇതിന് ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. റഷ്യയിലെ ഒറോനേഷ് നദിയുടെ പേരാണ് ഈ റഡാർ സിസ്റ്റത്തിന് നൽകിയിരിക്കുന്നത്. റഷ്യ അവരുടെ റഡാർ സിസ്റ്റങ്ങൾക്കെല്ലാം തന്നെ നദികളുടെ പേരാണ് നൽകി പോരുന്നത്. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു റഡാർ ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യം കൊണ്ടുതന്നെ ഈ റഡാർ സിസ്റ്റം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റഡാർ സിസ്റ്റത്തിന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ആ വസ്തു ഏതെന്ന് നോക്കാം. അത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്ന പ്ലാസ്മയാണ്. ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളിൽ പ്ലാസ്മ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷതകൾ കൂടി നാം അറിയേണ്ടതായി ഉണ്ട്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, നാലാമതായി പ്ലാസ്മ വരുന്നു. പ്ലാസ്മ എന്നുള്ളത് ഗ്യാസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരവസ്ഥയാണ്. ഗ്യാസുകൾ അയണൈസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് പ്ലാസ്മ സ്റ്റേജിൽ എത്തുന്നത്. ലേസർ പോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തും യുദ്ധത്തിലുമൊക്കെ പ്ലാസ്മ വെച്ചുള്ള അനേകം പരീക്ഷണങ്ങൾ നടന്നു പോരുന്നുണ്ട്. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളിലും ഇടിമിന്നലിലുമൊക്കെ പ്ലാസ്മയുടെ സാന്നിധ്യമുണ്ട്. ചില സീസണുകളിൽ നേരത്തെ പറഞ്ഞ അയണോസ്ഫിയറിൻ്റെ ചില ഭാഗങ്ങളിൽ പ്ലാസ്മ അടിഞ്ഞുകൂടുന്നതായി ചില പ്രതിഭാസങ്ങൾ കണ്ടുവരാറുണ്ട്. ഇവ പ്ലാസ്മ ബബിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതുമൂലം നമ്മുടെ റഡാർ സിസ്റ്റത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഒക്കെ ചില സിഗ്നലുകൾ പലപ്പോഴും ബ്ലോക്ക് ആവാറുണ്ട്. നമ്മൾ പലപ്പോഴും സോളാർ സ്റ്റോം, സൗരക്കാറ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതുമൂലം നമ്മുടെ കേബിൾ TV നെറ്റ്വർക്കൊക്കെ ഇടയ്ക്ക് മുടങ്ങുമെന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റഡാറിൻ്റെയും മറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. പ്ലാസ്മയുടെ സാന്നിധ്യം കൊണ്ട് സിഗ്നലുകൾ ബ്ലോക്ക് ആവാം. പൊതുവെ നമ്മുടെയൊക്കെ റഡാർ സിസ്റ്റത്തിനൊന്നും തന്നെ പ്ലാസ്മയുടെ സാന്നിധ്യം മുൻകൂട്ടി കാണാനുള്ള കഴിവുകളില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ചൈനയാണ്. അവരുടെ ലാറിഡ് എന്ന റഡാർ സിസ്റ്റത്തിന് പ്ലാസ്മ ബബിളുകളുടെ സാന്നിധ്യം നേരത്തെ അറിയാൻ കഴിയും എന്നാണ് അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്ലാസ്മ ബബിളുകൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ പിരമിഡുകൾക്ക് മുകളിലുള്ള അയണോസ്ഫിയറിൽ കണ്ടതായി അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്ലാസ്മ ബബിളുകളുടെ സാന്നിധ്യം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അവരുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളുടെയും ഒക്കെ ഗതി നേരത്തെ തന്നെ തിരിച്ചുവിടാൻ കഴിയും. ചൈനയുടെ ലാറിഡ് റഡാർ സിസ്റ്റത്തിന് 9000 കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത്. ഇത് അടുത്ത കാലം വരെയും 3000 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈയൊരു മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ചൈന നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ സമാധാനവും പോയി. അന്തരീക്ഷത്തിൽ കൃത്രിമമായി പ്ലാസ്മ ബബിളുകൾ സൃഷ്ടിക്കാനുള്ള പണിപ്പുരയിൽ തന്നെയാണ് ചൈന ഇപ്പോൾ. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് കൃത്രിമമായ ഇടിമിന്നലുകളും സൃഷ്ടിച്ചേക്കാം. ഈ മേഖലയിൽ ചൈന മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും പോലുള്ള ശക്തികളും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആയുധം തന്നെയായിരിക്കും തുറുപ്പുചീട്ട്. സാങ്കേതിക തികവ് എന്നതിന് ഒരിക്കലും ഒരവസാനമുണ്ടാകുന്നില്ല. സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ എന്നും നമ്മുടെ രാജ്യം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.